കേരളം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന വേദിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി നേതാക്കൾ സർക്കാരിനെ കടന്നാക്രമിച്ചു. എന്നാൽ പ്രസംഗിക്കാതെ K. സുധാകരൻ ഇറങ്ങിപ്പോയത് തുടക്കത്തിലെ കല്ലുകടിയായി. പത്ത് വർഷത്തിനു ശേഷം കേരളത്തിൽ അധികാരത്തിലെത്തുക ലക്ഷ്യമിട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുന്ന പുതുയുഗ യാത്രയുടെ തുടക്കം തന്നെ അസുഖകരമായിരുന്നു. KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ ഉദ്ഘാടന വേദിയിൽ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയി. നേതാക്കളുടെ പേര് പരാമർശിക്കുമ്പോൾ ഉദ്ഘാടകനായ സുധാകരന്റെ പേര് പറയാൻ വിട്ടുപോയ KC പിന്നീട് കൂടെയുള്ളവർ ഓർമ്മിപ്പിച്ചപ്പോഴാണ് പേര് പറഞ്ഞത്. ഹാരം അണിയിക്കാത്തതും അതൃപ്തിക്ക് കാരണമായെന്നാണ് വിവരം. എല്ലാ നേതാക്കന്മാർ പേര് പറയണമെങ്കിൽ അത് തന്നെ ഒരു മണിക്കൂർ എടുക്കും. അതുകൊണ്ട് അവരെല്ലാം എന്നോട് ക്ഷമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ആദ്യം പറയേണ്ട ആളാണ് ഞാൻ വിട്ടുപോയത്. ക്ഷമിക്കണം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള, നമുക്ക് ഒരിക്കലും പേര് പറയാൻ വിട്ടുപോകാത്ത, നമ്മുടെ എല്ലാം ആവേശമായിട്ടുള്ള K. സുധാകരൻ. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയായിരുന്നു യാത്രയുടെ ഉദ്ഘാടന വേദിയിൽ നേതാക്കളുടെ വിമർശനം. കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഈ സർക്കാരിനെ നമ്മൾ രൂക്ഷമായി വിമർശിച്ചു. ഗവൺമെന്റിന്റെ തെറ്റുകൾ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി നമ്മൾ UDF ജനങ്ങളുടെ മുൻപാകെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ഈ സർക്കാരിനെതിരായി. ആ കുറ്റപത്രം ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടു. ഇനി നമുക്കൊന്ന് മാറ്റി പാടാം പോറ്റിയെ ഇറക്കിയേ എന്ന് പാടേണ്ട സ്ഥിതിയാണ്. എന്തൊരു ക്രൂരതയാണ്! ആർക്കാ തിരിയാത്തത്, ആർക്കാ മനസ്സിലാവാത്തത്? നിങ്ങൾ നോക്കി തീർക്കുകയാണ് എന്നുള്ളത്. പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിപക്ഷ നേതാവിന്റെ യാത്ര. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഭരണപരമായ ബദലും മുന്നോട്ട് വയ്ക്കുക എന്നതാണ് യാത്രയിലൂടെ UDF ലക്ഷ്യമിടുന്നത്. ഓരോ ജില്ലയിലെയും ജനകീയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും വിധമാണ് ജാഥയുടെ ക്രമീകരണം. പൗരപ്രമുഖർ എന്ന പരിഗണനയ്ക്കപ്പുറം എല്ലാ വിഭാഗം ജനങ്ങളുമായി ആശയവിനിമയം നടത്തും. LDF ഭരണത്തിൽ വിവിധ മേഖലയിലുണ്ടായ പരാജയങ്ങൾ അക്കമിട്ട് നിർത്തുന്ന കുറ്റപത്രം ജനകീയ വിചാരണയായി അവതരിപ്പിക്കും. എല്ലാ ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് യാത്ര സമാപിക്കും. ന്യൂസ് മലയാളം, കാസർഗോഡ്.